إن الحمد لله رب العالمين نحمده ونستعينه ونستغفره ونستهديه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله ونفسي وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم وضرب الله مثلا قرية كانت آمنة مطمئنة يأتيها رزقها رغدا من كل مكان فكفرت بأنعم الله فأذاقها الله لباس الجوع والخوف بما كانوا يصنعون. സ്നേഹം നിറഞ്ഞ ആദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസികളെ, പടച്ച റബ്ബിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഈ ഒരു ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും കഴിവിന്റെ പരമാവധി അനുസരിച്ചുകൊണ്ട് തഖ്വ നിലനിർത്തിക്കൊണ്ട് ഈമാൻ നിലനിർത്തിക്കൊണ്ട് ഈ ജീവിതത്തെ ക്രമപ്പെടുത്തണമെന്ന് ആദ്യമായി ഉണർത്തുകയാണ് വസിയത്ത് നൽകുകയും പരമകാരുണികനായ റബ്ബും അവന്റെ തൃപ്തിയിലും അവന്റെ കാരുണ്യത്തിലും ജീവിക്കുവാൻ ഏറെ സന്തോഷത്തോടെ സൗഭാഗ്യത്തോടെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസ് ഒരുമിച്ചു കൂടുവാനും നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ രാജ്യം 79ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന സാഹചര്യത്തിലും സന്ദർഭത്തിലുമാണ് നമ്മളുള്ളത്. ഒരു പൗരൻ എന്ന നിലയിലും അതോടൊപ്പം ഒരു മുസ്ലിം എന്ന നിലയിലും ഈ സന്ദർഭങ്ങളിൽ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട ഏതാനും ചില ചിന്തകളാണ് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. വിശ്വാസികൾക്ക് അല്ലാഹു തആല പ്രത്യേകം പഠിപ്പിച്ച ബോധ്യപ്പെടുത്തിയ ചില അനുഗ്രഹങ്ങളുണ്ട്. വിശുദ്ധ ഖുർആൻ ഒരാവർത്തി ഒന്ന് പരിധി നോക്കിയാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് അല്ലാഹു തആല ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളെ കണ്ണോടിച്ച് കാണുവാനും അവയിൽ അവൻ അനുഭവിക്കുന്ന ഓരോ അനുഗ്രഹങ്ങളുടെയും വില ഒരു വിശ്വാസിക്ക് എത്രമാത്രം ഗൗരവത്തിൽ അല്ലാഹു തആല ബോധ്യപ്പെടുത്തുന്നുണ്ട് എന്ന് അറിയുവാനും നമുക്ക് കാണാൻ കഴിയും. ഒരു മനുഷ്യന് വസ്ത്രം നൽകിയതുപോലെ, ഭക്ഷണം നൽകിയതുപോലെ, പാർപ്പിടം നൽകിയതുപോലെ അല്ലാഹു തആല നൽകുന്ന ഒന്നാണ് നിർഭയത്വമുള്ള ഒരു മണ്ണും സമാധാനമുള്ള ഒരു മണ്ണും. അവൻ അനുഭവിക്കുന്ന നിർഭയത്തിന്റെ വില, അവൻ ജീവിക്കുന്ന അവന്റെ നാടിന്റെ വില, രാജ്യത്തിന്റെ വില അറിയണമെങ്കിൽ ഓരോ ദിവസവും ഭീകരമായ ഭൂമുഖത്തേക്ക്
കണ്ണു തുറക്കുന്ന ആളുകളെ ഒന്ന് കണ്ടാൽ മതി, ആലോചിച്ചാൽ മതി. ഇന്ന് ലോകത്തിന്റെ വിവിധങ്ങളായ രാഷ്ട്രങ്ങൾ, പല രാജ്യങ്ങളിൽ നിന്നുമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന യുദ്ധസമാനമായ വാർത്തകൾ, ആ വാർത്തകൾക്കെല്ലാം ഇടയിൽ നമ്മൾ നേരം പുലരുന്നത് സമാധാനത്തിലാണ്, സന്തോഷത്തിലാണ്. അങ്ങനെ ഒരു രാജ്യത്ത് ജീവിക്കാൻ ഭാഗ്യം ലഭിക്കുമ്പോൾ, പ്രത്യേകിച്ച് നമ്മൾ അതിന്റെ അനുഗ്രഹം ഓരോന്നായി അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അതുപോലെയുള്ള അനുഗ്രഹങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ട ഏതാനും ചില ചിന്തകളുണ്ട്. ഇവിടുത്തെ ഒരു പൗരൻ എന്ന നിലയിൽ, പ്രത്യേകിച്ച് ഒരു മുസ്ലിം എന്ന നിലയിൽ എനിക്കെന്താണ് ബാധ്യത എന്റെ രാജ്യത്തോട്? എന്റെ ഉത്തരവാദിത്തം എന്താണ്? നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുംതഹനയിലെ 8-ാമത്തെ വചനം അല്ലാഹു തആല പറഞ്ഞു, ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീൻ വലം യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബറൂഹും വതുഖ്സിതൂ ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. ലാ യൻഹാകുമുല്ലാഹ്, അല്ലാഹു തആല നിങ്ങളോട് വിരോധിക്കുന്നില്ല. അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീൻ, മതത്തിന്റെ പേരിൽ, മതത്തിന്റെ കാര്യത്തിൽ നിങ്ങളോട് യുദ്ധം ചെയ്തിട്ടില്ലാത്ത ആളുകളോട്. വലം യുഖ്രിജൂകും മിൻ ദിയാരികും, നിങ്ങളുടെ വീടുകളിൽ നിന്ന് അതിന്റെ പേര് പറഞ്ഞ് പുറത്താക്കാത്ത ആളുകളോട്. അതായത് നിന്നെ ആക്രമിക്കുകയോ നിന്റെ ദീനിന്റെ പേരിൽ നിന്നോട് വിദ്വേഷം പുലർത്തുകയോ, നിന്റെ മതത്തിന്റെ പേരിൽ, നിന്റെ ആദർശത്തിന്റെ പേരിൽ നിന്നോട് ശത്രുത പുലർത്തുകയോ യുദ്ധം പ്രഖ്യാപിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലാത്ത ആളുകളുടെ കൂട്ടത്തിൽ നീ ജീവിക്കുമ്പോൾ അല്ലാഹു തആല നിന്നോട് വെറുക്കുന്നില്ല, നിന്നോട് എതിർക്കുന്നില്ല. അൻതബറൂഹും, അവർക്ക് പുണ്യം ചെയ്യുന്നതിന്. വതുഖ്സിതൂ ഇലൈഹിം, അവരോട് നീതി കാണിക്കുന്നതിന്. അങ്ങനെ ഒരു രാജ്യത്ത് അതിന്റെ വളർച്ചയ്ക്ക് വേണ്ടി, അതിന്റെ പുരോഗതിക്ക് വേണ്ടി നന്മ ചെയ്യുവാൻ നിന്നാൽ കഴിയുന്ന പുണ്യങ്ങൾ പ്രവർത്തിക്കുവാൻ, നിന്നാൽ കഴിയുന്ന നീതി നടപ്പിലാക്കുവാൻ ഒരു മുസ്ലിം ബാധ്യസ്ഥനാണ്. അതാണ് അല്ലാഹുവിന്റെ കൽപ്പന, അത് നിന്റെ കടമയാണ്. എന്നിട്ട് ഒന്നുകൂടി പറഞ്ഞു, അത്തരം ആളുകളില്ലേ സ്വന്തം ജനതയോട് നന്മകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, പുണ്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, സ്വന്തം ഉടപ്പിറപ്പുകളോട്, സ്വന്തം ബന്ധങ്ങളോട്, തന്റെ അയൽപക്കത്തോട്, തന്റെ കൂടെയുള്ള പൗരന്മാരോട് സ്നേഹത്തിൽ വർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളില്ലേ, അവരെ കുറിച്ച് അല്ലാഹു തആല വചനത്തിന്റെ അവസാനത്തിൽ പറഞ്ഞത് എന്താണെന്നറിയുമോ? ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, ഇതുപോലെ നീതി കാണിക്കുന്ന ആളുകളെ അല്ലാഹു തആല സ്നേഹിക്കുന്നുവെന്നാണ്. അത്തരം ആളുകൾ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നുവെന്നാണ്. നിങ്ങൾ നോക്കൂ, നമ്മുടെ ഒരു രാജ്യത്തിന്റെ പ്രത്യേകത, മറ്റു രാഷ്ട്രങ്ങളിൽ, ജനാധിപത്യ രാജ്യങ്ങളിൽ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ പ്രത്യേകത, അതിന്റെ ഭരണഘടന, അതിന്റെ സൗന്ദര്യം നമ്മളെപ്പോഴും പറയാറുണ്ട്, നമ്മൾ പങ്കുവെക്കാറുണ്ട്. രാഷ്ട്രീയപരമായി എന്തെങ്കിലും ഒരു ഭീകരത നമ്മൾ നേരിടുന്നുവെങ്കിൽ നമ്മുടെ പല എംപിമാരും പാർലമെന്റിൽ ഉയർത്തിപ്പിടിച്ച് കാണിക്കാറുണ്ട്. അതെന്താണ്? അത് നമ്മുടെ ഒരു ഇജ്ജത്താണ്, അത് നമ്മുടെ ഒരു പ്രതാപമാണ്. ഈ ഒരു ഭരണഘടന നമ്മൾ പറയാറുള്ളത് വി ദ പീപ്പിൾ എന്നാണ്. ഇവിടെ ചേരിതിരിവില്ല, മതത്തിന്റെ പേരിൽ ഒരു ചേരിതിരിവില്ല, വർഗത്തിന്റെ പേരിൽ ഒരു ചേരിതിരിവില്ല. സോവറിൻ, സോഷ്യലിസ്റ്റ്, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്, നമുക്കറിയുന്ന ചില പദങ്ങളാണ്. ഇവിടെ ആർക്കിടയിലാണ് മറയുള്ളത്? ഈ രാജ്യത്ത് ആർക്ക് ഇടയിലാണ് വേലികെട്ടുള്ളത്? എല്ലാ പൗരന്മാരും ഒരുപോലെ അതിന്റെ അവകാശങ്ങൾ അർഹരാണ്, അവകാശികളാണ് എന്ന് പ്രഖ്യാപിക്കുന്ന സുന്ദരമായ, അനുഗ്രഹീതമായ, നിർഭയത്വത്തിന്റെ എങ്ങേയറ്റം എടുത്തു കാണിക്കാൻ സാധിക്കുന്ന ഒരു രാജ്യത്ത് ജീവിക്കുന്ന മനുഷ്യന്
പ്രത്യേകിച്ച് ഒരു മുസ്ലിം എന്ന നിലയിൽ ഈ ഖുർആന് പാരായണം ചെയ്യുമ്പോൾ അള്ളാഹു നൽകുന്ന കൽപ്പനയെ ഒന്ന് ആലോചിച്ച് നോക്കുക. കൂടെയുള്ളവർക്ക് നന്മ ചെയ്യുമ്പോൾ അള്ളാഹു എന്നെ സ്നേഹിക്കുന്നുണ്ട്. എന്റെ നാടിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കുമ്പോഴും എന്റെ റബ്ബ് എന്നെ സ്നേഹിക്കുന്നുണ്ട്. ഞാൻ എന്റെ ഉടപ്പറപ്പുകൾക്ക് വേണ്ടി രംഗത്തിറങ്ങുമ്പോൾ മുന്നിൽ നടക്കുമ്പോൾ എന്റെ സ്നേഹം, എന്റെ രക്ഷിതാവിന്റെ സ്നേഹം എനിക്ക് പിടിച്ചുപറ്റാൻ സാധിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കിയവരായിരുന്നു പൂർവീകരായ മുൻഗാമികളായ മഹാപണ്ഡിതന്മാരും പാവപ്പെട്ട സാധാരണക്കാരുമടക്കം ഈ സമുദായത്തിൽ നിന്ന് കഴിഞ്ഞുപോയ ധാരാളം ചില മുഖങ്ങൾ. അങ്ങനെയുള്ള ചില മുസ്ലിമീങ്ങൾ ഉണ്ടല്ലോ നമ്മൾക്ക് മാതൃകയായി. ഈ രാജ്യത്തിന്റെ ഉന്നതപരി ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബുൽ കലാം ആസാദ്, അദ്ദേഹം ആരാണ്? ഞാൻ പറയേണ്ടതില്ലല്ലോ, ഒരു മഹാപണ്ഡിതനാണ്. വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാതാവാണ്. തർജുമാനുൽ ഖുർആൻ എന്ന മുസ്ഹഫിന്റെ എന്ന തഫ്സീറിന്റെ ഉടമയാണ്. ഈ രാജ്യത്തിന്റെ ഒരു മഹാപദവി, അതിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി, വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ആളുകൾ നമ്മുടെ കേരളത്തിലെ ചരിത്രങ്ങൾ അന്വേഷിച്ചു നോക്ക്, നമ്മുടെ കോഴിക്കോട്ടെ ചരിത്രങ്ങളെന്ന് അന്വേഷിച്ചു നോക്ക്. എല്ലായിടത്തും നമ്മുടെ കാതുകളിൽ കടന്നു വരുന്ന ചില പേരുകളുണ്ട്, ചില നാമങ്ങളുണ്ട്, നമ്മുടെ കണ്ണിൽ കാണുന്ന ചില മുഖങ്ങളുണ്ട്. അവരെല്ലാവരും ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിയവരാണ്. അതായത് തന്നെ പുറത്താക്കാത്ത, തന്റെ വീടുകളിൽ നിന്ന് പുറത്താക്കാത്ത ഒരു സാഹചര്യം, മതത്തിന്റെ പേരിൽ തന്നോട് ശത്രുത വെക്കാത്ത ഒരു സാഹചര്യം, യുദ്ധം പ്രഖ്യാപിക്കാത്ത ഒരു സാഹചര്യം, ആക്രമിക്കുന്നില്ല, നിനക്ക് നിസ്കരിക്കാനുള്ള, നിനക്ക് സക്കാത്ത് കൊടുക്കാനുള്ള, നിനക്ക് ഇബാദത്ത് ചെയ്യാനുള്ള, പള്ളിയിൽ പോകാനുള്ള, ദഅവത്ത് നടത്താനുള്ള സ്വാതന്ത്ര്യം അത് ലഭിക്കുമ്പോൾ അത് മുസ്ലിമിന് മാത്രമല്ലല്ലോ, മതമുള്ളവരും മതമില്ലാത്തവരും എല്ലാവർക്കും നമ്മുടെ രാജ്യം വെച്ചു കൊടുക്കുന്ന അവകാശമാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ വാക്കുകളിൽ ഈ രാജ്യത്തുള്ള എല്ലാ പൗരനുമുണ്ട് എന്ന് പറയുമ്പോൾ അങ്ങനെ രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിം പ്രത്യേകിച്ച് അവന്റെ കടമയെക്കുറിച്ച് ബോധവാനാകണം, അവന്റെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് ബോധവാനാകണം. ഈ ആയത്തിനെ സൂചിപ്പിച്ചുകൊണ്ട് തഫ്സീറുകളിൽ ഒരു ചെറിയ വാചകം കാണാം, ലാ യൻഹാകുമുല്ലാഹു അനിൽ ബിർരി വസ്സില. ഇങ്ങനെ ഒരു രാജ്യത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യൻ, അവന്റെ കൂടെയുള്ളവൻ മതം നോക്കിയിട്ടല്ല പുണ്യം ചെയ്യാൻ അല്ലാഹു തആല കൽപ്പിച്ചത്. കുടുംബബന്ധം ചേർക്കാൻ മതം നോക്കാൻ പറഞ്ഞത് ഉമ്മ ചിലപ്പോ അമുസ്ലിമായിരിക്കാം, ബാപ്പ ചിലപ്പോൾ അമുസ്ലിമായിരിക്കാം. എത്ര ചരിത്രങ്ങൾ, ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. അസ്മാ റളിയല്ലാഹു അൻഹയും ആയിഷ റളിയല്ലാഹു അൻഹയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഓടുകയും മദീനയിൽ ഞങ്ങളെ സന്ദർശിക്കാൻ ഞങ്ങളെ ഉമ്മ വന്നു. ചരിത്രത്തിൽ കാണാം. വഹിയ മുശ്രിക, അന്ന് ഇസ്ലാം സ്വീകരിക്കാത്ത ഒരു സാഹചര്യം. ഞങ്ങൾ ആ മനസ്സിൽ ഞങ്ങൾ ആ ബന്ധം ഒന്ന് ചേർക്കട്ടെ, ഞങ്ങളുടെ പുണ്യം ഒന്ന് ഞങ്ങൾ ചെയ്യട്ടെ എന്നൊരു വാക്ക് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. എത്ര സഹാബികളുണ്ട് അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കുമ്പോൾ പോലും ഇതിന്റെ വസ്തുത പുണ്യം ചെയ്യാനാണ് അല്ലാഹുവിന്റെ കൽപ്പന, ബന്ധങ്ങൾ ചേർക്കാനാണ് അല്ലാഹുവിന്റെ കൽപ്പന. വൽമുതാഅഫഅതു ബിൽ മഅറൂഫ്, പരോപകാരം ചെയ്യാനാണ് അല്ലാഹുവിന്റെ കൽപ്പന. വൽഖിസ്ലിൽ മുശ്രിക്കീൻ, ഇനി അതല്ല നിന്റെ വിശ്വാസമല്ല, ഭൗതിക വിശ്വാസമായി കഴിയുന്ന ആളുകളാണെങ്കിൽ പോലും അവരോട് നിന്ന് നീതി കാണിക്കണമെന്നതാണ് നിനക്കുള്ള കൽപ്പന, നിന്നോടുള്ള അല്ലാഹുവിന്റെ കൽപ്പന. നിന്നപ്പാരിക്കും വകയിരിക്കും, ഈ കുടുംബക്കാർക്ക് മാത്രം നീതി കൊടുത്താൽ മതി, അവർക്ക് മാത്രം നല്ല കാര്യങ്ങൾ. അങ്ങനെയുണ്ടോ? അതുമല്ല, വകയിരിക്കും കുടുംബക്കാരാകണമെന്നില്ല. നീ ജീവിക്കുന്ന നിന്റെ നാട്ടിൽ, നിന്റെ ചുറ്റുവട്ടത്ത്, നിന്റെ രാജ്യത്ത് നിന്റെ കൂടെയുള്ള ആളുകളെ പരിഗണിക്കാൻ, അവർക്ക് നന്മ ചെയ്യാൻ, അവർക്ക് പുണ്യം ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടവനാണ് നീ എന്നതാണ് ഈ ആയത്തിന്റെ വ്യാഖ്യാനമായി പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത്. എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കാത്ത ഒരു കാലഘട്ടം നിലനിൽക്കുന്നോളോ, നിന്നോട് യുദ്ധം പ്രഖ്യാപിക്കാത്ത കാലഘട്ടം നിലനിൽക്കുന്നോളം നിനക്കിവിടെ സ്വാതന്ത്ര്യമുള്ള കാലത്തോളം, നിനക്കുടെ അവകാശങ്ങൾ ലഭിക്കുന്ന കാലത്തോളം, അത് നിഷേധിക്കപ്പെടുമ്പോൾ ഇവിടുത്തെ നീതിപീഠങ്ങളിലേക്ക് കടന്നുകൾ ന്യായം കൈവയ്ക്കാൻ കഴിയുന്ന കാലത്തോളം, അതിനുള്ള അവകാശങ്ങൾ നിനക്ക് ലഭിക്കുന്ന കാലത്തോളം നീ ആ രാജ്യത്തിന് നന്മ ചെയ്തുകൊണ്ടിരിക്കണം, അവിടുത്തെ ആളുകൾക്ക് പുണ്യം ചെയ്തുകൊണ്ടിരിക്കണം. ചരിത്രത്തിൽ ഒരു ചെറിയ സംഭവം കാണാം. ഹൽഫുൽ ഫുദൂൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചരിത്രത്തിൽ ഒരു ചെറിയ ഏടാണത്. ഫുദൂലിലെ ശബ്ദം എന്താണത്? ചിലപ്പോൾ നമ്മൾ വായിച്ചിട്ടുണ്ടാകും.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഭിമാനത്തോടു കൂടി പറഞ്ഞൊരു സംഭവമാണത്. ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, എന്ന് പറഞ്ഞു, ലഖദ് ശഹിദ്തു മഅ ഉമ്മത്തി ഹൽഫ, ഞാൻ എന്റെ പിതൃ സഹോദരങ്ങളുടെ കൂടെ എന്റെ ചെറുപ്പകാലത്ത് ഒരു ശപഥത്തിൽ പങ്കെടുത്തിട്ടുണ്ട്, ഒരു തീരുമാനത്തിൽ ഒരു ഉടമ്പടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഹൽഫ് എന്ന് പറഞ്ഞാൽ ശപഥം ചെയ്യലാണ്, ഉറച്ച തീരുമാനം എടുക്കലാണ്, പ്രതിജ്ഞ എടുക്കലാണ്. ഞാൻ എന്റെ ചെറുപ്പത്തിൽ എന്റെ ഉപ്പയുടെ സഹോദരങ്ങളുടെ കൂടെ ഒരു ശപഥത്തിൽ പങ്കെടുത്തിട്ടുണ്ട്, ഒരു പ്രതിജ്ഞയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇവിടെ അബ്ദുല്ലാഹി ഇബ്നു ജദഅൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യന്റെ പേര് ഓർക്കാൻ ചെറുപ്പത്തിൽ അബ്ദുല്ലാഹി ഇബ്നു ജദഅന്റെ വീട്ടിൽ ഒരുമിച്ച് കൂടിയൊരു ചരിത്രം. അന്നത്തെ ആ ശബ്ദത്തിന് പകരം എന്റെ മുമ്പിലെ ചുവന്ന ഒട്ടകം കൊണ്ട് വന്നിട്ട് മാറി നിൽക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ മാറി, ഞാൻ ആ പ്രതിജ്ഞയ്ക്ക് കൂടെ വന്നു. ഒരു ചുവന്ന ഒട്ടകം തരാം, ഈ പ്രതിജ്ഞയിൽ പങ്കെടുക്കരുത് എന്ന് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആ ഒട്ടകം വേണ്ടെന്ന് പറയും, ഞാൻ ആ പ്രതിജ്ഞയിൽ പങ്കെടുക്കും. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടൊരു പ്രതിജ്ഞയായിരുന്നു അത് ഹൽഫുൽ ഫുദൂൽ. ഏതാണ് ആ പ്രതിജ്ഞ? എന്താണ് ആ പ്രതിജ്ഞയുടെ പ്രത്യേകത? ചരിത്ര വിശദീകരണം 4 വരി കവിത, 2 വരി കവിതയിൽ ആ പ്രതിജ്ഞയുടെ സംഭവം പല പണ്ഡിതന്മാർ നമുക്ക് ഉദ്ധരിച്ചു തരുന്നു. ജുബൈർ ഇബ്നു അബ്ദുൽ മുത്തലിബ്, അന്ന് ആ ചരിത്രത്തിന്റെ ആ ചരിത്രരേഖയെ 2 വരി കവിതയിലായി ജുബൈർ ഇബ്നു അബ്ദുൽ മുത്തലിബ് എന്ന് പറയുന്ന മനുഷ്യൻ പാടിയത് പണ്ഡിതന്മാർ എപ്പോഴും എടുത്ത് ധരിക്കാറുണ്ട്, ഹൽഫുൽ ഫുദൂലിനെ പഠിപ്പിക്കാൻ വേണ്ടി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രതിജ്ഞയെ അത്രമാത്രം പുകഴ്ത്തിയ ഒരു പ്രതിജ്ഞയെ പഠിപ്പിക്കാൻ വേണ്ടി. എന്തായിരുന്നു അതെന്നറിയുമോ? അദ്ദേഹം പറയാണ്, ഇന്നൽ ഫുദൂല തഅഖദു വതഹാലഫു അല്ലാ യുസൈമ ബിബസ്ദി മക്കത വാലിമു. ഫുദൂലിലെ ജനങ്ങൾ, ആ ഗോത്രത്തിലെ ആളുകൾ, അല്ലെങ്കിൽ ആ നാട്ടിലെ ആളുകൾ തീരുമാനമെടുക്കാൻ തഅഖദു, അവർ ഉടമ്പടി എടുത്തു, വതഹാലഫു, ശപഥം ചെയ്തു. എന്താണ് ശപഥം? അല്ല യുസൈമ ബിബസ്ദി മക്കത വാലിമു, മക്കയുടെ ഉള്ളിൽ ഒരിക്കലും ഒരു അക്രമി താമസിക്കാൻ പാടില്ല. അതായത് മറ്റൊരു പ്രദേശത്ത് നിന്ന് കുറച്ച് കച്ചവടച്ചരക്കുകളുമായി ഒരു മനുഷ്യൻ വരികയാണ്, കഅബയുടെ അടുക്കൽ വരികയാണ്. അവരൊരുപാട് ചന്തകൾ കൂടാറുണ്ട്. ആ ചന്തയിൽ തന്റെ വിവാഹത്ത് തന്റെ കച്ചവടച്ചരക്കുകൾ വിൽക്കാൻ വേണ്ടി വന്ന സമയത്ത് അവിടുത്തെ പൗരപ്രമുഖരായിരുന്ന ആളെ ആ മനുഷ്യനെ തടയുന്നു. നീ പുറംനാട്ടുകാരനാണ്, ഇവിടെ വന്ന് കച്ചവടം ചെയ്യാൻ പറ്റില്ല, പോകണം, അതൊക്കെ എടുത്തിട്ട് തിരിച്ചു പോകണം. വല്ലാത്തൊരു വിഷമമായി ആ മനുഷ്യന്. ആ പ്രമുഖർക്കെതിരെ, അവിടുത്തെ നേതാക്കന്മാരായിരുന്ന ആളുകൾക്കെതിരെ ആ നാട്ടിലെ ആളുകൾ പങ്കെടുത്ത് പ്രതിജ്ഞയാണ്, ഇങ്ങനത്തെ അക്രമികൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാവാൻ പാടില്ല. ഒരാൾക്ക് ഉപകാരം ചെയ്തു കൊടുക്കാത്ത, ഒരു പുറംനാട്ടിൽ നിന്ന് വന്നൊരു മനുഷ്യനോട് കച്ചവടം ചെയ്യാൻ സ്വാതന്ത്ര്യം കൊടുക്കാത്ത അക്രമകാരികൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവാൻ പാടില്ല. ഈ മക്കളുടെ മണ്ണിൽ അങ്ങനത്തെ ചില സ്വേച്ഛാധിപതികൾ, അങ്ങനത്തെ ചില അക്രമകാരികൾ, സ്വാർത്ഥ തൽപരർ ഇവിടെ ഉണ്ടാവാൻ പാടില്ല. അവർ തീരുമാനമെടുത്തു, പ്രതിജ്ഞ എടുത്തു. ആ ഒരുമിച്ച് കൂടിയ അബ്ദുല്ലാഹി ഇബ്നു ജദഅനിന്റെ വീട്ടിൽ ഒരുമിച്ച് കൂടിയ ആളുകൾ അവർ പരസ്പരം വിശ്വാസത്തോടെ എന്ത് വന്നാലും, ആരൊക്കെ എന്തെല്ലാം വെല്ലുവിളികൾ ഉന്നയിച്ചാലും, എത്ര തന്നെ പാരിതോഷികങ്ങൾ പ്രഖ്യാപിച്ചാലും ഇല്ല, ഈ തീരുമാനത്തിൽ നിന്നൊരടി നമ്മൾ മുന്നോട്ട് പോകില്ല. ആ പാവപ്പെട്ട മനുഷ്യനെ സഹായിക്കും. ഈ പ്രമുഖന്മാർക്കെതിരെ നമ്മൾ നിലകൊള്ളും. അവര് പറയേ, നമ്മുടെ അയൽവാസിയാണെങ്കിലും അന്യനാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്ന സായർ, വിസിറ്റിന് വന്നൊരു മനുഷ്യനാണെങ്കിലും സന്ദർശനത്തിന് വന്ന മനുഷ്യനാണെങ്കിലും സാലിമു, നമ്മുടെ നാട്ടില് സുരക്ഷിതനായി കഴിയണം. അയാൾക്ക് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കണം. അയാളെ എതിർക്കുന്ന ആളുകളെ നമ്മൾ എതിർക്കണം. അത്തരം എതിർപ്പുകൾക്കെതിരെ നമ്മൾ ശബ്ദിക്കണം, നമ്മൾ ഒന്നിച്ചു നിൽക്കണം എന്ന് ഹൽഫുൽ ഫുദൂൽ എന്ന ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ നബി ചരിത്രത്തിൽ പോലും ആ ഒരു തലവാചകം കൊണ്ട് എഴുതിപ്പെടുത്തിച്ച ഒരു ചെറിയ സംഭവം ഞാൻ ഓർമ്മപ്പെടുത്തിയത്. പ്രിയമുള്ളവരെ, ഇത്രമേൽ അനുഗ്രഹീതമായ രാജ്യത്ത് ജീവിക്കുമ്പോൾ നമ്മൾ എത്രത്തോളം കൂടെയുള്ളവരെ സ്നേഹിക്കണം, അവർക്ക് പുണ്യം ചെയ്യണം, ഇതിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്ന് പഠിപ്പിക്കാനാണ് ഒന്നാമത്തെ കാര്യം അത്. രണ്ടാമത്തെ കാര്യം ഒന്നുകൂടി
ഈ രാജ്യത്തെ പൗരന്മാർക്കിടയിൽ അല്ലാഹു തആല നൽകിയ ഒരു നിഅമത്ത് അനുഭവിക്കുന്ന ആളുകളാണ് എന്ന് കൂടി പറഞ്ഞല്ലോ. നമ്മൾ മറക്കാൻ പാടില്ലാത്ത വിശുദ്ധ ഖുർആനിലെ ഒരു വചനമുണ്ട്, സൂറത്തുൽ ഹജ്ജിലെ 41-ാമത്തെ വചനം. അല്ലാഹു സ്വാതന്ത്ര്യം നൽകിയ ആളുകളെ കുറിച്ച് പറഞ്ഞ വചനമാണത്. അല്ലദീന മക്കന്നാഹും ഫിൽ അർദ്. നാം ഭൂമിയിൽ ആധിപത്യം നൽകിയ ചില ആളുകളുണ്ട്. ഈ വചനം പറയുന്നത് സ്വന്തം നാട്ട് വിട്ടു പോകേണ്ടി വന്ന ആളുകളെ കുറിച്ച് പറഞ്ഞതിന് ശേഷം ഉഖ്രിജുമിൻദിയാരി, വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളുകളെ കുറിച്ച് പറഞ്ഞു. യുദ്ധസമാനമായ രീതിയിൽ സ്വന്തം കുടുംബം നഷ്ടപ്പെട്ട ആളുകളെ കുറിച്ച് പറഞ്ഞു. അത്തരം ആളുകൾക്ക് ഇതാ യുദ്ധം അനുവദിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അവർ യുദ്ധം ചെയ്യട്ടെ. കാരണം എന്താ? നാടില്ല, വീടില്ല, കുടുംബമില്ല, മക്കളില്ല, ഒന്നുമില്ല, എല്ലാം നഷ്ടപ്പെട്ടു. നിൽക്കത്തന്നെയില്ലാത്ത സമയത്ത് യുദ്ധം അനുവദിക്കാൻ ആ യുദ്ധം അനുവദിക്കുന്ന ആളുകളെ കുറിച്ചൊക്കെ പറഞ്ഞതിന് ശേഷം യുദ്ധത്തിന്റെ ഹുക്കുമും അത് എപ്പോഴാണ് എന്ന സംഗതികളൊക്കെ പറഞ്ഞതിന് ശേഷം അല്ലാഹു തആലയുടെ ഒരു കാര്യം എടുത്തു പറയാൻ, ഇതൊന്നും ഇല്ലാത്ത ആളുകളുണ്ടല്ലോ. ഇത്തരം സമാനമായ അന്തരീക്ഷങ്ങളിലല്ലാതെ സ്വാതന്ത്ര്യത്തോടെ നിർഭയത്തോടെ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരെ കുറിച്ചാണ് ഹജ്ജിലെ 41-ാമത്തെ വചനം മക്കന്നാവും. എന്നാൽ നാം ഭൂമിയിൽ ആധിപത്യം നൽകിയ ആളുകൾ, മക്കന്ന എന്ന് പറഞ്ഞാൽ ഗൾഫിലൊക്കെ പോയ ആൾക്കാരുണ്ടാവും, ദുംകി ഒരു പ്രയോഗം ചെയ്തോട്ടെ. നമ്മൾ സാധാരണ പറയലാണ്, എനിക്ക് കഴിയോ, എനിക്ക് പറ്റുമോ. ആ വാക്കിന്റെ അർത്ഥമാണ് എന്തിനു കഴിയുമ്പോഴേ. ഈ രാജ്യത്ത് അല്ലാഹു തആല ഒരു മനുഷ്യനെ കൊടുത്ത് അവന്റെ മണ്ണിൽ അവന് സ്വാതന്ത്ര്യം നൽകൽ. അങ്ങനെ സ്വാതന്ത്ര്യം നൽകിയ ആളുകളിന് അഖാമുസ്സലാ, അവർ അവരുടെ നമസ്കാരം നിലനിർത്തട്ടെ. വാതു സക്കാ, അവർ സക്കാത്ത് കൃത്യമായി നൽകട്ടെ. വഅമറു ബിൽ മഅറൂഫ്, അവർ നന്മ കൽപ്പിക്കട്ടെ. വനഹൗ അനിൽ മുൻകർ, അവർ തിന്മക്കെതിരെ ശബ്ദിക്കട്ടെ. വലില്ലാഹി ആഖിബത്തുൽ ഉമൂർ, എല്ലാ കാര്യത്തിന്റെയും പര്യവസാനം അല്ലാഹുവിലേക്കാണ്. ഇത് അല്ലാഹു ഓർമ്മിപ്പിക്കുക. 4 കാര്യങ്ങൾ അവിടെ പറഞ്ഞു. ഞാൻ ഒന്നാമതായി പറയട്ടെ, നമസ്കാരം നിലനിർത്തുക എന്ന് പറഞ്ഞു. ഒന്ന് നോക്കേണ്ടത് വ്യക്തി ജീവിതത്തിലാണ്. എവിടെയെങ്കിലും എനിക്ക് എന്റെ നമസ്കാരം നഷ്ടപ്പെടുന്നു. കഴിഞ്ഞ പെരുന്നാളിന് ഒരു ചെറിയ ചിത്രം ഇന്ന് മനസ്സിൽ മായാതെ കിടക്കുന്നുണ്ട്. പൊട്ടിപ്പൊളിഞ്ഞ തകർന്ന കെട്ടിടങ്ങൾക്ക് നടുവിൽ ഈദ് മുസല്ല സങ്കല്പിച്ച് 2 റക്അത്ത് അല്ലാഹു അക്ബർ എത്തിച്ചതിൽ നമസ്കരിച്ച ആളുകളുടെ ചിത്രം ഇന്ന് നമ്മുടെയൊക്കെ ഫോണിൽ, നമ്മുടെയൊക്കെ സ്ക്രീനിൽ നമുക്ക് കാണാൻ കഴിയും. ഒന്നുമില്ല, വീടില്ല, നാടില്ല, പക്ഷേ നമുക്ക് സ്വന്തമായി അധ്വാനിച്ച നമ്മുടെ സമ്പാദ്യങ്ങൾ നമ്മൾ ഉണ്ടാക്കിയ നമ്മുടെ വീടുണ്ട്, നമ്മുടെ മക്കളുണ്ട്, കുടുംബമുണ്ട്. നമ്മൾ ആലോചിക്കുക, എന്റെ നിസ്കാരം എവിടെയെങ്കിലും പോകുന്നുണ്ടോ? വ്യക്തിപരമായി, ഒന്നാമതായിട്ട് വ്യക്തിപരമായി എന്റെ 5 വക്ത നമസ്കാരത്തിൽ എവിടെയെങ്കിലും ഓരോ ദിവസവും കൊഴിഞ്ഞു പോകുന്നുണ്ടോ? ശ്രദ്ധിക്കണം. നമ്മൾ ഈ അനുഗ്രഹത്തിന് നന്ദി കാണിക്കേണ്ടവരാണ്. 2, കുടുംബത്തിന്റെ കാര്യത്തിൽ നമസ്കാരം നിലനിർത്തുന്ന ആലോചിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചത് നബി, ഒരു പ്രവാചകന്റെ പ്രാർത്ഥനയാണ്. അള്ളാഹ് എന്നെ നമസ്കാരം നിലനിർത്തുന്ന മനുഷ്യനാക്കണേ. നബിയാ പ്രാർത്ഥിച്ചത്. എന്റെ മക്കളെയും അത് നിലനിർത്താൻ അള്ളാഹു എന്നെ സഹായിക്കണേ. കൽപ്പിക്കാറുണ്ടോ? ശീലിപ്പിക്കാറുണ്ടോ? നമസ്കരിക്കാറുണ്ടോ? ആലോചിക്കണം. 2ാമത് കുടുംബമാണ്. 3ാമത് സാമൂഹിക ബാധ്യത കൂടിയുണ്ട്. നമസ്കാരം നിലനിർത്തുക എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും പള്ളിയുണ്ട്, അല്ലേ? എല്ലായിടത്തും പള്ളി. നമ്മുടെ നാട്ടിൽ എന്നാൽ കഴിയുന്ന എന്താണ് ഞാൻ ചെയ്തത്? എന്റെ സമ്പാദിക്കുന്ന ഒരു വേഗം കൊണ്ട് എവിടെയെങ്കിലും പള്ളി എടുക്കാൻ, അതിന്റെ ഒരു ഭാഗമാകാൻ, ആളുകൾ നമസ്കരിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കാൻ നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ എന്നതിലേക്ക് കൂടി ചിന്ത സൂചിപ്പിക്കും. കാരണം എന്താണെന്നറിയോ? അതിനൊക്കെ ഉള്ള സ്വാതന്ത്ര്യമുള്ള ഒരു മണ്ണിലാണ് രാജ്യത്തെ നമ്മൾ ജീവിക്കുന്നത്. 2ാമത്തെ കാര്യം സക്കാത്ത് കൊടുക്കാൻ. സക്കാത്ത് കൊടുക്കുക എന്ന് പറയുമ്പോൾ സക്കാത്തിന് അല്ലാഹു തആല നിശ്ചയിച്ച സമ്പാദ്യം ശുദ്ധീകരിക്കാൻ. ആ വാക്കിന്റെ അർത്ഥം തന്നെ നമ്മുടെ ഹലാലായ സമ്പാദ്യമാണോ എന്ന് നമ്മൾ ആലോചിക്കണം. നമ്മുടെ സമ്പാദ്യം ഹലാലാണോ, അനുവദനീയമാണോ? ഹറാമിലൂടെ ഞാൻ സമ്പാദിക്കുന്നുണ്ടോ? ഇനി അതല്ല, ഹലാലിലൂടെ ഞാൻ സമ്പാദിച്ചൊരു ഹറാമിലാണോ ചെലവഴിക്കുന്നത്? ആലോചിക്കണം. പാവപ്പെട്ടവന്, ചികിത്സയ്ക്ക് വേണ്ടി വന്നവന്, പഠിക്കാൻ സ്കോളർഷിപ്പ് ചോദിച്ചു വന്നവന്, അതല്ലെങ്കിൽ വീട് വെക്കാൻ പ്രയാസപ്പെട്ട് വന്നവന്, വഴിയാത്രക്കാരൻ, ഇല്ലേ? ഇതെല്ലാം ചില അല്ലാഹു തആല ചില പാവങ്ങൾ പ്രത്യേകം എണ്ണി പറഞ്ഞു. ഒരു സക്കാത്ത് നിർബന്ധമായിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞ ആൾക്കാര് നമ്മുടെ സമ്പാദ്യത്തിൽ നിന്ന് കൊടുക്കുന്നുണ്ടോ എന്നതാണ്. 3ാമതായി ചിന്തിക്കേണ്ടത് വഅമറു ബിൽ മഅറൂഫ്,
നമ്മൾ മനസ്സിലാക്കിയ നന്മകളെ, ജീവിതത്തിൽ നമ്മൾ കൊണ്ടു നടക്കുന്ന നന്മകളെ എന്റെ കൂടെയുള്ള ആളുകൾക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? മറ്റതൊക്കെ ഉണ്ടാവും, നിസ്കാരവും സക്കാത്തും സംഗതി, പക്ഷേ ദഅവത്തിന്റെ രംഗത്ത് വട്ടപൂജ്യമാകാൻ പാടില്ല. ആ രംഗത്ത് സജീവമാകണം. കാരണം അതിനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ മണ്ണിലുണ്ട്, അതിനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഈ രാജ്യത്തുണ്ട്. വാങ്ങുന്നതിനാവും അതിനുള്ള ചർച്ചയിലും കഴിവും നാം നൽകിയിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുന്ന ആളുകൾ, അതാണ് പറഞ്ഞത്. എത്ര ജീർണതകളാണ് ദിനം പ്രതി. കഴിഞ്ഞ കുത്തുകയിൽ ഞാൻ പറഞ്ഞു, വിവാഹക്കുറിച്ച് ആഴ്ചക്ക് പറയേണ്ട അവസ്ഥയാണ്. കാരണം ഇത് എല്ലാ ആഴ്ചയും ഉണ്ടാവും, കല്യാണം കുടുംബത്തിലുണ്ടാകും, നാട്ടിലുണ്ടാകും. എന്തൊക്കെയാണ് വിവാഹത്തിന്റെ പേരിൽ, സ്ത്രീധനത്തിന്റെ പേരിൽ, പലിശയുടെ പേരിൽ, വിവാഹ സാമ്പത്തിക രംഗം, ആ നിലക്ക് ഒരുപാട് സമൂഹം വെറുക്കുന്ന ഒരുപാട് ജീർണതകളുണ്ട്. സമൂഹം വെറുക്കുന്ന, സമുദായം വെറുക്കുന്ന ഒരുപാട് ജീർണതകൾ നമ്മൾ ആരെങ്കിലും എതിർക്കാറുണ്ടോ? നമ്മൾ ആരെങ്കിലും അതിനെ വേണ്ടത്? നമ്മുടെ വീട്ടിലെ കല്യാണമാണെങ്കിൽ എന്റെ വീട്ടിലെ കല്യാണത്തിന് അങ്ങനത്തെ ഏർപ്പാടുകൾ വേണ്ട എന്ന് നമ്മൾ തീരുമാനിക്കാറുണ്ടോ? ഞാനീ പറഞ്ഞതെല്ലാം വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, മറിച്ച് അല്ലാഹു തആല നമുക്ക് നൽകിയ അനുഗ്രഹത്തിന്റെ വില മനസ്സിലാക്കാൻ ഞാൻ അവസാനിച്ചു പോകുക. ഒരു ആയത്ത് കൂടി, അല്ലാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് ചോദിക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട്. ഉറപ്പായും ചോദിക്കും. റിസ്കിനെ കുറിച്ച് ചോദിക്കും. അല്ല തന്നെ റിസ്കിനെ കുറിച്ച് ചോദിക്കും, വലിയവരത്തെ കുറിച്ച് ചോദിക്കും, വസ്ത്രത്തെക്കുറിച്ച് ചോദിക്കും. നമ്മൾക്ക് ലഭിച്ച ഓരോ അണുമണി തൂക്കം നന്മകളെ കുറിച്ചും അല്ലാഹു തആല ചോദിക്കുന്ന ദിവസമുണ്ട്. ആ ദിവസത്തെ മുന്നിൽ കണ്ട് ജീവിക്കാൻ കഴിയണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ നിഅമത്തുകൾക്കും നന്ദി കാണിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു തആല ചെയ്യുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി كما ينبغي لجلال وجهه وعظيم سلطانه. أصلي وأسلم على أشرف أنبيائه ورسله وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. ما بعد. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് അവന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ച് തഖ്വയുള്ളവരായി ജീവിതത്തെ മുന്നോട്ട് നയിക്കണം ഒരിക്കൽ കൂടി ഉണർത്തുകയാണ് വസിയത്ത്. ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് കിട്ടിയ അനുഗ്രഹമാണ് നമ്മുടെ രാജ്യം. അവിടെ സ്വാതന്ത്ര്യവും സമാധാനവും നിർഭയത്വവും അല്ലാഹു തആല നൽകുമ്പോൾ അതനുഭവിക്കുന്ന ഓരോ നിമിഷത്തിലും അല്ലാഹു നമ്മെ ഏൽപ്പിച്ച കടമകളെയും ബാധ്യതകളെയും ഓർക്കേണ്ടവരാണ് എന്നും ആ ബാധ്യതകൾ നിറവേറ്റേണ്ടവരാണ് നമ്മളെന്നുമാണ് ഇത്രയും സൂചിപ്പിച്ചത്. ഞാൻ ആമുഖമായി ഓതി വെച്ചത് സൂറത്തുൽ നഹ്ലിലെ 112-ാമത്തെ വചനമാണ്. അല്ലാഹു തആല ഒരു നാട്ടുകാരെ കുറിച്ചാണ് ആ വചനത്തിൽ പറഞ്ഞത്. വളറബല്ലാഹു മസലൻ, അല്ലാഹു ഉദാഹരിച്ച് പറഞ്ഞതാണ്. എന്തിനാണ് ഉദാഹരണമെന്ന് ബുദ്ധിയുള്ള മനുഷ്യനറിയാം. കാരണം ഉദാഹരണങ്ങൾ തന്റേതും അതുപോലെ ആകാതിരിക്കാനാണ്, അല്ലെങ്കിൽ ചില ഉദാഹരണങ്ങൾ അതുപോലെയാകാനാണ്. ഒരു മാതൃക ഉണ്ടെങ്കിൽ അവന് കാര്യം വ്യക്തമാകും. അതുകൊണ്ട് അല്ലാഹു തആല ഒരു മാതൃക, ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. മസലൻ ഖറിയതൻ, ഒരു ഗ്രാമത്തെയാണ് അല്ലാഹു തആല ഉദാഹരിച്ചത്. നോക്കൂ നിങ്ങൾ, ആ ഗ്രാമം കാനത്ത് ആമിനത്തൻ മുത്മഇന്നത്തൻ, ആ ഗ്രാമം നിർഭയത്വമുള്ള ഗ്രാമമായിരുന്നു, രാജ്യമായിരുന്നു. മുത്മഇന്നത്തൻ, ശാന്തിയുള്ള ഒരു പ്രദേശമായിരുന്നു. യഅതീഹാ റിസ്ഖുഹാ റഗദൻ മിൻ കുല്ലി മകാൻ, എവിടെ പോയാലും, സമതലമാണെങ്കിലും മലമ്പ്രദേശമാണെങ്കിലും അതല്ല ഇനി ഒഴിഞ്ഞതോ ആളില്ലാത്തൊരു ഏത് മേഖലയാണെങ്കിലും എല്ലായിടത്തു നിന്നും സമൃദ്ധമായ ഉപജീവനം അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നു. ഭക്ഷണമായി, വസ്ത്രങ്ങളായി, ആ നാട്ടുകാർക്ക് വേണ്ടതെല്ലാം ആ രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും അവർക്ക് ലഭിക്കുമായിരുന്നു. അത്രമേൽ അനുഗ്രഹീതമായ ഒരു ഗ്രാമം അല്ലെങ്കിൽ ഒരു പ്രദേശം. എന്നിട്ട് അല്ലാഹു തആല പ്രദേശത്ത് പറഞ്ഞത് ഫകഫറത് ബിഅൻഉമില്ലാ, എല്ലാ ഭാഗത്തു നിന്നും നിർലോഭം അനുഗ്രഹങ്ങൾ ലഭിച്ചുകൊണ്ടിരുന്ന, ഉപജീവനങ്ങൾ ലഭിച്ചുകൊണ്ടിരുന്ന, അന്നങ്ങൾ ലഭിച്ചുകൊണ്ടിരുന്ന ആ ജനവിഭാഗം ആ അനുഗ്രഹത്തിൽ അങ്ങനെ ജീവിച്ചു കഴിയേ ഫകഫറത് ബിഅൻഉമില്ലാ, അല്ലാഹു കൊടുത്ത അനുഗ്രഹങ്ങൾക്ക് നന്ദികേട് കാണിച്ചു. ഫഅദാഖഹുല്ലാഹു ലിബാസൽ ജൂഇ വൽ ഖൗഫ്, ആ പ്രദേശക്കാരെ അല്ലാഹു തആല ആസ്വദിപ്പിച്ചു.
അള്ളാഹു പ്രയോഗിച്ചത് ലിബാസൽ ജൂഇ വൽ ഖൗഫിന, ഭയത്തിന്റെ വസ്ത്രവും പട്ടിണിയുടെ വസ്ത്രവും കൊടുത്ത് അള്ളാഹു തആല അവരെ. എന്തിനാ വസ്ത്രം എന്ന് പറയാൻ കാരണം? ഒന്ന് കഴിഞ്ഞ് അടുത്ത ഉടുക്കാൻ നമ്മൾ തിരയും. നമ്മൾ രാവിലെ കൊടുത്തിട്ട് അതിന് വിഷയങ്ങൾ വേറെ അത് മാറ്റിയെടുക്കാൻ വേണ്ടി നമ്മൾ തിരയുമല്ലോ. അള്ള പ്രയോഗിച്ച വാക്ക് നോക്കണം. പട്ടിണി മാറ്റി എന്തെങ്കിലുമൊക്കെ നിങ്ങൾ മാറി വരുമ്പോ അപ്പുറത്ത് വേറെ വല്ല ഭീതിയായിരിക്കും, ഇങ്ങനെ ഖൗഫായിരിക്കും. ഒരു സമയം ജൂആണെങ്കിൽ മറ്റേ സമയം ഖൗഫാണ്, ഭീകരതയാണ്. ഞാൻ പറയട്ടല്ലോ, മിസൈലുകളുടെ ശബ്ദം കേട്ട്, ബോംബർ വിമാനങ്ങളുടെ ശബ്ദം കേട്ട് ഞാനെന്ത് വരുന്ന എത്ര മക്കളാണ് പട്ടിണി കൊണ്ട് രാജ്യം മരണക്കിടക്കയിൽ കിടക്കുന്ന ചിത്രങ്ങൾ. പ്രിയമുള്ളവരെ, അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അത്തരം അവസ്ഥകൾ വരുമെന്ന് അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ നിഷേധിക്കുമ്പോൾ അത്തരം അവസ്ഥകൾ വരുമെന്ന്. ആയത്ത് അവസാനിക്കുന്ന അവർ പ്രവർത്തിച്ചതിന്റെ അനന്തരഫലം എന്നോണമെന്ന്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന നിഅമത്തുകൾക്ക് അള്ളാഹു നന്ദി കാണിക്കാൻ, കൂടുതൽ തഖ്വയോടെ അള്ളാഹുവിലേക്ക് അടുക്കാൻ, ആ അനുഗ്രഹങ്ങൾ നിലനിർത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.